السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സുഹൃത്തുക്കളെ, നാം ഏവരും അറിഞ്ഞ പോലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ പുതിയ പ്രസിഡന്റായിട്ട് ജോ ബൈഡനും വൈസ് പ്രസിഡന്റായിട്ട് കമല ഹാരിസിനെയും തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം കമല ഹാരിസ് അമേരിക്കൻ ജനങ്ങളെ ആദ്യമായി അഭിസംബോധന ചെയ്ത പ്രസംഗത്തിന്റെ മലയാളത്തിലുള്ള ഒരു രത്നചുരുക്കം പറയാനാണ് നിങ്ങൾക്ക് മുമ്പിൽ ഒരു രത്നചുരുക്കം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. Congressman John Lewis, before his passing, wrote, "Democracy is not a state, it is an act." And what he meant was that America's democracy is not guaranteed. It is only as strong as our willingness to fight for it, to guard it, and never take it for granted. And protecting our democracy takes struggle, it takes sacrifice, but there is joy in it, and there is progress, because we, the people, have the power to build a better future. And when our very democracy was on the ballot in this election, with the very soul of America at stake, and the world watching, you ushered in a new day for America. കോൺഗ്രസ്മാൻ ജോൺ ലൂയിസ് തന്റെ മരണത്തിന് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഡെമോക്രസി എന്നുള്ളതൊരു സ്റ്റേറ്റ് അല്ല, അത് മറിച്ചൊരു ആക്ട്, ഒരു പ്രാവർത്തികമാക്കലാണ്. അദ്ദേഹം ശരിയായി ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ചാൽ അമേരിക്കയുടെ ഡെമോക്രസി ഒരിക്കലും ഗ്യാരണ്ടീഡ് അല്ല. അതിനു വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് അതിനോടുള്ള ആഗ്രഹം കൊണ്ട് നാം ഫൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത്ര ശക്തമാണ് അമേരിക്കയുടെ ഡെമോക്രസി എന്നുള്ളത്. അമേരിക്കയുടെ ഡെമോക്രസിയെ സംരക്ഷിക്കുക എന്നുള്ളത് ധാരാളം സ്ട്രഗിള്, ധാരാളം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്, ധാരാളം ആത്മബലികളും ആവശ്യമുള്ളതാണ്. എങ്കിലും അതിലൊരുപാട് സന്തോഷവും പുരോഗമനവും ഉണ്ടാവും. കാരണം ബിക്കോസ് ദ പീപ്പിൾ, ജനങ്ങളുടെ കയ്യിലാണ് പുതിയൊരു നാളേക്കുള്ള നല്ല ദിവസത്തെ ഉണ്ടാക്കാനുള്ള ശക്തി എന്നുള്ളത് ജനങ്ങളുടെ കയ്യിലാണ്. ഈ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ ജനങ്ങളും, ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അമേരിക്കൻ ജനങ്ങളിലേക്ക് നോക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ഒരു പുതിയ ദിവസം തന്നെ ഈ ഇലക്ഷനിലുള്ള അവർ ഉണ്ടാക്കിയെന്ന് ഈ ലോകം മൊത്തം അവരിലേക്ക് നോക്കുകയാണ്. അതുപോലെ നമ്മുടെ ക്യാമ്പയിൻ സ്റ്റാഫുകൾക്കും വോളണ്ടിയേഴ്സുമാർക്കും ഒരുപാട് നന്ദിയുണ്ട്. മുമ്പത്തേക്കാളും ധാരാളം ഡെമോക്രാറ്റിക് പീപ്പിൾസിനെ ഈ വർഷം ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ പോൾ വർക്കേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഓരോ വോട്ടും തെറ്റാതെ എണ്ണി തിട്ടപ്പെടുത്തിയ അവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അവർ ഞങ്ങൾക്ക് മതിയായൊരു കടപ്പാടും അവരോടുമുണ്ട്. അവർ ഈ ഡെമോക്രസിയുടെ ഇന്റഗ്രിറ്റിയെ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട്. ആൻഡ് ദ പീപ്പിൾ ഓഫ് അമേരിക്കൻ പീപ്പിളോടും ഒരുപാട് നന്ദിയുണ്ട്. ഒരു പുതിയ റെക്കോർഡ് അമേരിക്ക സൃഷ്ടിച്ചതിനും അതുപോലെ നിങ്ങളുടെ എല്ലാം വോയിസിനെ ഈ ലോകത്ത് കേൾപ്പിച്ചതിനും നിങ്ങളോടും ഒരുപാട് നന്ദിയുണ്ട്. And I know times have been challenging, especially the last several months. The grief, sorrow, and pain, the worries and the struggles. But we have also witnessed your courage, your resilience, and the generosity of your spirit. For 4 years, you marched and organized for equality and justice, for our lives and for our planet. And then you voted. And you delivered a clear message. You chose hope and unity, decency, science, and yes, truth. You chose Joe Biden as the next president of the United States of America. അതുപോലെ തന്നെ മുമ്പുള്ള സമയങ്ങളെല്ലാം കുറച്ച് വെല്ലുവിളിയേറിയതായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 4 മാസം ധാരാളം ദുഃഖത്തിന്റെയും പേടിയുടെയും വേദനയുടെയും എല്ലാം 4 മാസങ്ങളായിരുന്നു കഴിഞ്ഞ മാസങ്ങൾ. എങ്കിലും അവിടെ ഞങ്ങൾ നിങ്ങളുടെ ധീരതയും നിങ്ങളുടെ ആത്മധൈര്യത്തെയും ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു. കഴിഞ്ഞ 4 വർഷമായി ഓരോ അമേരിക്കൻ മനുഷ്യരും സമത്വത്തിനു വേണ്ടിയും സഹോദര്യത്തിനു വേണ്ടിയും മാർച്ചുകൾ നടത്തുകയും മാർച്ചുകളും സമരങ്ങളെല്ലാം നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അവസാനം നിങ്ങൾ വോട്ട് ചെയ്യുകയും നിങ്ങൾ ഈ ലോകത്തോട് ഒരു വ്യക്തമായ മെസ്സേജ് നൽകുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ സെലക്ട് ചെയ്തത് യൂണിറ്റിയെയാണ്.
നിങ്ങൾ സെലക്ട് ചെയ്തത് സത്യത്തെയാണെന്നുള്ള ക്ലിയറായ ഒരു വ്യക്തമായ മെസ്സേജും നിങ്ങൾ ഈ ലോകത്തോട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തത് ജോ ബൈഡനെ നിങ്ങൾ അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ചെയ്യുകയും ചെയ്തു. My presence here today, my mother, Shamala Gopalan Harris, who is always in our hearts. When she came here from India at the age of 19, she maybe didn't quite imagine this moment, but she believed so deeply in an America where a moment like this is possible. And so I am thinking about her and about the generations of women, black women, Asian, white, Latina, Native American women, who throughout our nation's history have paved the way for this moment tonight. Women who fought and sacrificed so much for equality and liberty and justice for all, including the black women who are too often overlooked, but so often prove they are the backbone of our democracy. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കാനുള്ള ഏറ്റവും റെസ്പോൺസിബിൾ ഉള്ള ആള് എന്റെ അമ്മയായ ശ്യാമള ഗോപാലൻ ഹാരിസ് തന്നെയാണ്. അദ്ദേഹം എന്റെ അമ്മ 19 വയസ്സിൽ ഇന്ത്യയിൽ വന്നത് മുതൽ ഒരിക്കലും ഇതേപോലെ ഒരു ദിവസം ഇമാജിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവളുടെ ശക്തമായി തന്നെ വിശ്വസിച്ചിരുന്നു. എന്തെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ദിവസം എന്തായാലും ഈ അമേരിക്കയിൽ സംഭവിക്കുമെന്ന് അദ്ദേഹം എന്റെ അമ്മ സത്യമായിട്ടും വിശ്വസിച്ചു പോന്നിരുന്നു. ഇപ്പോൾ ഞാൻ അവളെ കുറിച്ചും അമ്മയെ കുറിച്ചും അതുപോലെ തന്നെ ആ ജനറേഷനെ കുറിച്ചുമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് വുമൺ, ഏഷ്യൻ വുമൺ, വൈറ്റ് വുമൺ, ലാറ്റ് വുമൺ എല്ലാവരും നീതിക്കും സഹോദര്യത്തിനും എല്ലാം വേണ്ടി പലപ്പോഴും മാർച്ചുകൾ നടത്തുകയും ബലിയർപ്പണങ്ങൾ നടത്തുകയും ഒരുപാട് സമരങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബ്ലാക്ക് വുമൺസ് എത്രത്തോളം വെച്ചാൽ അവരാണ് അമേരിക്കൻ ഡെമോക്രസിയുടെ നട്ടെല്ല് എന്ന് തെളിയിക്കുന്നത്രത്തോളം എന്ന് പറയിപ്പിക്കുന്ന അത്രത്തോളം അവർ ഈ ലോകത്തുള്ള ഈ അമേരിക്കയിലുള്ള സ്ത്രീകൾക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി സമരങ്ങൾ ചെയ്യുകയും സമത്വത്തിനും സഹോദര്യത്തിനും സഹിഷ്ണുതയ്ക്കും വേണ്ടി ഒരുപാട് യുദ്ധം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. Tonight I reflect on their struggle, their determination, and the strength of their vision to see what can be unburdened by what has been. And I stand on their shoulders. And what a testament it is to Joe's character that he had the audacity to break one of the most substantial barriers that exists in our country and select a woman as his vice president. But while I may be the first woman in this office, I will not be the last. Because every little girl watching tonight sees that this is a country of possibilities. And to the children of our country, regardless of your gender, our country has sent you a clear message. Dream with ambition. Lead with conviction. അവരുടെ സമരത്തിന്റെ കൂടെയാണ് എന്നും ഞാൻ നിലനിൽക്കുകയും അവരുടെ ഒപ്പം തന്നെയാണ് എന്നും നിലനിൽക്കുകയും ചെയ്യും. അവരുടെ തോളോട് ചേർന്ന് ഞാൻ എന്നും ഇവിടെ തന്നെ ഉണ്ടാകും. അതുപോലെ ജോ ബൈഡൻ വളരെയധികം തന്റെ വേലിക്കെട്ടുകളെല്ലാം സമർത്ഥമായി കടന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ളതും. അദ്ദേഹത്തിന് തന്റെ വൈസ് പ്രസിഡന്റായിട്ട് ഒരു സ്ത്രീയെ നിയമിക്കാനുള്ള അത്രത്തോളം മനസ്സും അദ്ദേഹത്തിനുണ്ടെന്ന് ഈ രാത്രി ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ ഓഫീസിലെ ആദ്യ വുമൺ ഒക്കെ ആയിരിക്കാം എങ്കിലും ഞാൻ ഒരിക്കലും അവസാനത്തുള്ളാവുകയില്ല. കാരണം ഇന്ന് രാത്രി ഇവിടെ ഓരോ പെൺകുട്ടികളും ഞാൻ ഇവിടെ നിൽക്കുന്നത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് ആരും എത്തണമെന്ന് തന്നെയാണ്. അതുപോലെ നമ്മുടെ കൺട്രി ഒരു ജെൻഡറിന്റെ വ്യത്യാസമില്ലാതെ ഒരു ജെൻഡർ പരിഗണിക്കാതെ തന്നെ നമ്മുടെ രാജ്യം ഒരു വ്യക്തമായ മെസ്സേജ് തന്നെ നൽകുന്നുണ്ട്. ഡ്രീം വിത്ത് അംബിഷൻ ആൻഡ് ലീഡ് വിത്ത് കൺവിക്ഷൻ ആൻഡ് സീ യുവർസെൽഫ്. മറ്റുള്ളവർ നോക്കുന്നതനുസരിച്ചല്ല നമുക്കനുസരിച്ച് നമ്മുടെ അംബിഷൻ അനുസരിച്ച് സ്വപ്നം കാണുക. അതുപോലെ അതിനുവേണ്ടി നാം പ്രവർത്തിക്കുകയും ചെയ്യുക. American people, no matter who you voted for, I will strive to be a vice president, like Joe was to President Obama, loyal, honest, and prepared, waking up every day thinking of you and your family. Because now is when the real work begins. The hard work, the necessary work, the good work, the essential work to save lives and beat this epidemic, to rebuild our economy so it works for working people, to root out systemic racism in our justice system and society, to combat the climate crisis, to unite our country and heal the soul of our nation. And the road ahead will not be easy.
But America is ready. And so are Joe and I. അമേരിക്കൻ ജനതകളോട് നിങ്ങൾ ആർക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്നതല്ല പ്രധാനം, നിങ്ങൾ ചെയ്തവർ എങ്ങനെയാണ്. ആസ് എ വൈസ് പ്രസിഡന്റ്, ഞാനൊരു വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ എന്റെ കടമകൾ നിർവഹിക്കും. ജോ ബൈഡന്റെ കടമകൾ നിർവഹിക്കും. എന്നും രാവിലെ ഞാൻ എണീക്കുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയെയും കുറിച്ച് ഓർത്തുമായിരിക്കും ഞാൻ എണീക്കുക. ഇവിടെ മുതൽ ശരിയായ വർക്ക് തുടങ്ങിയാണ്, ദ റിയൽ വർക്ക് തുടങ്ങിയാണ്, നല്ല വർക്ക് തുടങ്ങിയാണ്. ലോകത്ത് ആവശ്യമായ വർക്ക് ഇവിടെ മുതൽ തുടങ്ങിയാണ്. നമുക്ക് ഈ എപ്പിഡമിക്, ഈ കൊറോണ വൈറസിനെ തുരുത്തുകയും നമ്മുടെ എക്കോണമിയെ അത് എങ്ങനെയാണോ വർക്ക് ചെയ്തു പോകുന്നത് അതിലേക്ക് കൊണ്ടുവരികയും രാഷ്ട്രത്തെയും ഈ സൊസൈറ്റിയിൽ നിന്നും ഈ കൺട്രിയിൽ നിന്നും ഒഴിവാക്കി നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഉള്ള വർക്ക് ഇവിടെ മുതൽ തുടങ്ങുകയാണ്. അത് ഉറപ്പായും അതിന്റെ നല്ല സ്ഥാനത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഏകോപിപ്പിക്കാനും നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിനെ പരിശുദ്ധമാക്കാനുമുള്ള വർക്ക് ഇവിടെ മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ അമേരിക്ക റെഡിയാണ്. അതുപോലെ തന്നെ ഞാനും ജോ ബൈഡനും റെഡിയാണ്. സുഹൃത്തുക്കളെ, ഇതോടെ കമല ഹാരിസിന്റെ പ്രസംഗത്തിന്റെ ഒരു ചുരുക്കി ഞാൻ പറഞ്ഞു. ഒരുപാട് തെറ്റുകളും മിസ്റ്റേക്കുകളും എല്ലാം ഉണ്ടാവും എന്നറിയാം. ഇതിനെല്ലാം ഞാൻ ക്ഷമാപണം ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമല ഹാരിസിന്റെ പ്രസംഗം എല്ലാവരും ലിങ്ക് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് എല്ലാവരും അത് പോയി കേൾക്കണം. വളരെയധികം ചിന്തിക്കാനും വളരെയധികം അർത്ഥങ്ങൾ നിറഞ്ഞ പ്രസംഗമാണ്. എല്ലാവരും അത് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.